എന്താണ് ജെറിയുടെ ആൺമക്കളിലെ കണ്ടന്റ്? പ്രവാസിയുടെ കഥയാണ്. പ്രവാസിയായ ഒരു ഭർത്താവും നാട്ടിൽ ജീവിക്കുന്ന ഒരു ഭാര്യയും അവർക്കിടയിലുള്ള ചില പ്രശ്നങ്ങളും സ്നേഹങ്ങളും അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. അത് പല വീടുകളിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെ, പക്ഷെ അവർ പലരും പുറത്ത് പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ. ജെറിയുടെ ആൺമക്കളിൽ ഐശ്വര്യ കണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴാണെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ അടിപൊളിയായിരുന്നു. ഒട്ടും എനിക്ക് എന്താ പറയുക, ശരിക്കും ഫാമിലി പോലെയായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു ഇതുവരെ അഭിനയിച്ചതിൽ നിന്നും വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരുന്നു. ആരും എല്ലാവരും ഒരേ മാതിരി, ഒരു ഉയർച്ചയോ താഴ്ചയോ ഒന്നുമില്ല, ഒരു ഈഗോയോ ഒരു പ്രശ്നങ്ങളില്ല. എല്ലാവരും ഒരേപോലെ സ്നേഹത്തോടെ അടിപൊളിയായിട്ട് തമാശ പറഞ്ഞു ചിരിച്ചൊക്കെ പോയൊരു ലൊക്കേഷനായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞതിന് ശേഷം ഇതാണ് അല്ല, ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്നത്. ഇത് റിലീസാവാൻ ലേറ്റ് ആയിരുന്നു. അപ്പൊ പുതിയ വേറെ പ്രൊജക്ടുകൾ 2 പ്രൊജക്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഡിസ്കഷൻസ് നടക്കുന്നു. ഒന്നും ഉറപ്പിക്കാതെ പുറത്തോട്ട് അറിയുന്ന വെച്ചിട്ടാണ്. സിനിമാക്കാരായോണ്ട് എനിക്ക് ഒരു ഉറപ്പില്ല. ഓക്കെ, അപ്പൊ പുതിയ നല്ല നല്ല വിഷയങ്ങൾ എടുത്ത് ഇപ്പൊ ജെറിയുടെ ആൺമക്കള് വലിയൊരു ചർച്ചയാവട്ടെ. വലിയ എന്താ പാൻഡി ഹിറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. അത് ചെറിയൊരു പടമാണ്. കഥാപാത്രത്തിന്റെ പേര് എന്തായിരുന്നു ഇതിൽ? മലയാള സിനിമയിൽ ഒരു ക്ലാരയാണ് ഉള്ളത്. അതെ, ഈ ക്ലാര നമുക്ക് ഇതേപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷവും ഈ ക്ലാര സംസാരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.